حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله قولوا حسبي ربي ആദരവായ റസൂലുള്ളാഹ് ആലം വാഴ്ത്തും നൂറുള്ളാഹ് ആരിലുമേറ്റം പ്രിയമുള്ള ആറ്റലായ ഹബീബുള്ളാഹ് മൗലായ സ്വല്ലി വസല്ലിം دائما أبدا على حبيبك خير الخلق كلهم മധുവും പാടിയണയണം മദതും മദീനാൽ നേടേണം മണ്ണ് ബഖീഇലുറങ്ങേണം മന്നാനെ വിധിയേകണം അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇൽ والحبيب العربي قلب കരഞ്ഞു വിളിക്കും ഞാൻ قلب കരഞ്ഞു വിളിക്കും ഞാൻ കാലം കാത്തു കിടക്കും ഞാൻ കനവിൽ ഒന്നത് കാണാനായി കണ്ണിൽ കണ്ടു സുറൂറാനേ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ആദരവായ റസൂലുള്ളാഹ് ആലം വാഴ്ത്തും നൂറുള്ളാഹ് ആരിലുമേറ്റം പ്രിയമുള്ള ആറ്റലായ ഹബീബുള്ളാഹ് മൗലായ സ്വല്ലി دائما أبدا على حبيبك خير الخلق كلهم പാപം പേറി നടന്നെൻ്റെ പാദം ത്വയ്ബയിലണഞ്ഞിടുമോ പാടും മദ്ഹിദ് കേട്ടെൻ്റെ പാപം അങ്ങ് പൊറുത്തിടുമോ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽഹബീബിൽ അറബി ഉമ്മയും ഉപ്പയുമായവരെ അവരെക്കാൾ ഗുണമുള്ളവരെ ഉമ്മയും ഉപ്പയുമായവരെ അവരെക്കാൾ
الصلاة على النبي والسلام على الرسول الشفيع الأبطالي والحبيب العربي കൗസരിൻ പാത്രമേകിടുവാൻ തേടും ദാഹം തീർത്തിടുവാൻ ഉത്തമരാം നബി സയ്യിദരേ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നാളെ പുണ്യ ശഫാഅത്താൽ രക്ഷകണങ്ങളുമ്മത്തിൽ ആരാണിതുപോൽ ഉലകത്തിൽ ഉത്തമരാം നബി സയ്യിദരേ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എണ്ണിയാൽ തീരാ പാപങ്ങൾ ചെയ്തവനാ ഞാൻ ദോഷങ്ങൾ പറയാമോടൻ വേദകൾ ഉത്തമരാം നബി സയ്യിദരേ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ حبيبك خير الخلق كلهم بذنرن قيامة نار بذنرن قيامة نار പുണ്യ ശഫാഅത്തിടണേ എന്തൊരു കഷ്ടമതില്ലാഞ്ഞാൽ ഉത്തമരാം നബി സയ്യിദരേ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുൽ വാനിൽ താരമോദിക്കും നാൾ അത്രയും നിത്യ സ്വലാത്തുകളായി ചൊല്ലാമൊത്ത് റസൂലരിലായി ഉത്തമരാം നബി സയ്യിദരേ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വഅലാ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദരണീയരായ ഈ മഹല്ലിലെ ഖത്തീബ് ഉസ്താദ് റഊഫ് സഖാഫി ഉസ്താദ് മറ്റു ഉസ്താദുമാർ ഈ മഹല്ലിലെ കമ്മിറ്റി ഭാരവാഹികൾ ഈ നാട്ടിലെ നല്ലവരായ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ കാരണവന്മാർ ചെറുപ്പക്കാർ പിഞ്ചുമക്കൾ ഉൾപ്പെടെ അല്ലാഹുവിന്റെ
ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിന് പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇതുപോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജിവാറിൽ റബ്ബിന്റെ ഹബീബ് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗീയ ലോകത്ത് ഇതിനേക്കാളും സുന്ദരമായ രൂപത്തിൽ നമുക്ക് റബ്ബിന്റെ ലിഖാഅ് ഒന്ന് കാണാൻ പറ്റുന്ന രൂപത്തിൽ നാം ജീവിതത്തിൽ സ്നേഹിച്ച നമ്മുടെ ആത്മാവിനേക്കാളും നമ്മുടെ ശരീരത്തെക്കാളും നമ്മുടെ സമ്പത്തെക്കാളും നമ്മുടെ മക്കളെക്കാളും നമ്മുടെ ഭാര്യയെക്കാളും നമ്മുടെ ഉപ്പയെക്കാളും നമ്മുടെ ഉമ്മയെക്കാളും നമുക്ക് അല്ലാഹു തന്ന സർവ്വ അനുഗ്രഹങ്ങളെക്കാളും നമ്മളെ ജീവന്റെ തുടിപ്പായി നെഞ്ചിലെ ചോരയായി നമ്മൾ സ്നേഹിച്ച നമ്മളെ നേതാവ് മദീനയിൽ കിടന്ന് ലോകത്തെ നിയന്ത്രിക്കാൻ അല്ലാഹു കഴിവ് കൊടുത്ത് അനുഗ്രഹിച്ച എന്റെയും നിങ്ങളുടെയും കൽബകത്തിന്റെ കഅബയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്, ആ ഒരു പ്രതീക്ഷ അങ്ങേയറ്റം കൽബിന്റെ ഉള്ളിൽ കുടിയിരിക്കൊണ്ടാണ് ലക്ഷോപലക്ഷങ്ങൾ റബീഉൽ അവ്വലിന്റെ പൊന്നമ്പളി മാനത്ത് ഉദിച്ച അന്ന് മുതൽ 30ാമത്തെ ദിവസം വരെ ലോകമെമ്പാടും ഹബീബായ തങ്ങളെ മദ്ഹ് കീർത്തനങ്ങൾ വാഴ്ത്തി പാടുകയാണ്, പറയുകയാണ്, കേൾക്കുകയാണ്, ഒരുമിച്ച് കൂടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന നമ്മുടെ വലിയ ഒരു കോൺഫറൻസ് റബീഉൽ അവ്വലിൽ എന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഹബീബായ തങ്ങളെ പുകഴ്ത്തി പറയാത്ത, ഹബീബായ തങ്ങളെ പേരിനെ ഉച്ചരിക്കാത്ത, ഹബീബായ തങ്ങളെ മദ്ഹ് പറയാത്ത ഒരു സെക്കൻഡും ഈ ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിന്റെ പള്ളി മിനാരങ്ങൾ നമുക്കറിയാം. കല്ലുമട്ടയിൽ എന്നല്ല, ഹറം തുടങ്ങി നമ്മുടെ പള്ളിയിലെ ഒന്നാമത്തെ, ലോകത്തെ ഒന്നാമത്തെ പള്ളിയാണല്ലോ കഅബ ശരീഫ് എന്ന് പറയുന്നത്. ആ കഅബ ശരീഫ് മുതൽ ലോകത്ത് ഏതൊക്കെ മുക്ക് മൂലകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ നെഞ്ചിൽ ഉറപ്പിച്ചുകൊണ്ട് മുഅദ്ദിന് പള്ളിയിൽ നിന്ന് ബാങ്കുലി കേൾക്കുമ്പോ അടുത്ത വാക്ക് പറയുന്നത് എന്തെന്നറിയോ? നമ്മളെ ശ്രവണപുടങ്ങളിലേക്ക്, ദൈനംദിനം നമ്മുടെ ശ്രവണപുടങ്ങളിലേക്ക് കേൾക്കുന്ന നാമമാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര്, അല്ലാഹുവിന്റെ പേര് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ലോകത്ത് പറയപ്പെടുന്ന നാമം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ അഷ്ഹദു അന്ന ഇബ്രാഹിം എന്ന് പറഞ്ഞില്ല, എന്റെ അഷ്ഹദു അന്ന മൂസ എന്ന് പറഞ്ഞില്ല, എന്റെ അഷ്ഹദു അന്ന ഈസ എന്ന് പറഞ്ഞില്ല. പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ അതിപ്രധാനമായ കാരണമാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത്. ഞാനൊന്ന് ഒരു സംസാരം നിങ്ങളുമായി നടത്തുകയാണ്. ഒരു കുട്ടിയോട് നിന്റെ ബാപ്പാക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാൽ എന്റെ ബാപ്പ കളക്ടറാണ് എന്ന് പറയുമ്പോ ആ കുട്ടിക്ക് ക്ലാസ്സിൽ മറ്റുള്ള കുട്ടികളെ മുമ്പിൽ പറയുമ്പോൾ വലിയ അംഗീകാരം അല്ലേ, ഞാൻ കളക്ടർ മോനാണ്, വലിയ ഒരു മഹത്വം. വേറെ കുട്ടിയോട് ചോദിക്കണം, മോനെ നിന്റെ ബാപ്പ എന്താ? എന്റെ ബാപ്പ അൽഹംദുലില്ലാഹ് പള്ളിയിലെ ഖതീബാണ്, മാഷാ അല്ലാഹ്. അതും വലിയ ഇസ്സത്തുള്ള പരിപാടിയാണ്. ലോകത്ത് ഒരുപാട് ജോലികളുണ്ട്. അല്ലാഹു ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചവരും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുന്നവരുമാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പരിശുദ്ധമായ ദീന് പഠിക്കുന്ന മുതഅല്ലിമിന്റെ മഹത്വം ഈ ലോകത്ത് കളക്ടറേക്കാളും ഉന്നത സ്ഥാനത്താണ്. ആ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആലിം അത് ഈ ലോകത്തുള്ള കളക്ടർ എന്നല്ല, എത്ര വലിയ മുഖ്യമന്ത്രിയായാലും അതിനേക്കാളും ഉയർന്ന സ്ഥാനത്താണ്. ഉസ്താദ് അവർകൾ, നമ്മൾ ഉസ്താദ് എപ്പോഴും പറയുന്നുണ്ട്, മോനെ
ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്തിരുത്തിയിട്ട് ഉസ്താദ് പറയും, മോനെ ഇങ്ങനെ ഒരു ഭക്ഷണം നമ്മളെ തെരഞ്ഞു വരുന്ന ഒരു അള്ളാന്റെ അടിമക്ക് ഇങ്ങോട്ട് ഭക്ഷണം തെരഞ്ഞു വരുന്ന ലോകത്ത് ഒരു സൃഷ്ടിയേ ഉള്ളൂ, അത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യത്തിൽ വരുന്ന അൽ ഉലമാഉ വറസത്തുൽ അംബിയാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ഹബീബ അടക്കമുള്ള അമ്പിയാക്കൾ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് 1,00,000 ചില്ലാനും വരുന്ന മുഴുവൻ അമ്പിയാക്കളുടെ അനന്തരാവകാശമായി ഞാൻ അവരുടെ അവകാശിയാണ്, ഞാൻ ആ സ്വത്തിൽ പങ്കുള്ളവനാണെന്ന് പറയാൻ ഈ ലോകത്ത് ഒരാൾക്ക് അധികാരം കൊടുത്തിട്ടുള്ളത് ആലിമിനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതും ഉയർന്ന ജോലിയാണ്. അതും എന്റെ വാപ്പ ഒരു ആലിമാണ്, എന്റെ ഒരു വാപ്പ വഅള് പറയുന്ന ആളാണ്, എന്റെ വാപ്പ ഒരു ഖതീബാണ്, എന്റെ ഒരു വാപ്പ ഒരു മുഅല്ലിമാണെന്ന് പറഞ്ഞ വലിയ ഇസ്സത്താണ്. വേറെ കുട്ടിയോട് ചോദിച്ചു, മോനെ നിന്റെ വാപ്പ എന്ത് ചെയ്യുന്നു? എന്റെ വാപ്പ ഡോക്ടറാണ്, അതും ഇസ്സത്താണ്. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്ന എന്താണ്, നമ്മളെ കുട്ടികൾക്ക് നമ്മളെ വാപ്പ ഒരു നല്ലൊരു സ്ഥാനത്താണെന്ന് പറയുമ്പോൾ എന്തോ ഒരു അഭിമാനമുണ്ട്, എന്തൊരു ആവേശമുണ്ട്, എന്റെ വാപ്പ ഇങ്ങനെയുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ. എന്നാൽ കേൾക്കണേ മുഅ്മിനീങ്ങളെ, എന്നോടും നിങ്ങളോടും അല്ലാഹ് ചോദിക്കുന്നു, ഉമ്മത്തേ നിങ്ങൾ ആരുടെ അനുയായികളാണ്? എന്നാൽ നമുക്ക് ഏറ്റവും ഉച്ചസ്ഥരം പറയാം, ഏറ്റവും അഭിമാനത്തോടെ പറയാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികളാണെന്ന് വളരെ അഭിമാനത്തോടുകൂടെ പറയാം. എന്റെ ഉസ്താദേ പറയുന്നതിൽ അഭിമാനമുണ്ടോ? ഇവിടെ പറയുമ്പോ മനസ്സിലാകും നമ്മളെ നേതാവിന്റെ മഹത്വം എത്രയാ. അപ്പോ അലം നശ്റഹ് ലക സദ്റക എന്ന പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് അലം നശ്റഹ് നമ്മൾ എല്ലാവരും ഓതുന്നവരാണ്. അതിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം പറയുന്നു, വറഫഅനാ ലക ദിക്റക. നബിയേ, അങ്ങയുടെ മഹത്വങ്ങൾ, അങ്ങയുടെ പ്രകീർത്തനങ്ങൾ, അങ്ങയുടെ മദ്ഹ് കീർത്തനങ്ങൾ നാം ഉയർത്തിയിരിക്കുന്നു നബിയേ. ആ ഉയർത്തിയതാണ് ഡെയിലി 1 മണിക്കൂർ സെക്കൻഡുകൾ വിടാതെ ലോകം വിളംബരം ചെയ്യുന്നു, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതെങ്ങനെ മണിക്കൂറിൽ വിടാതെ എങ്ങനെ, സെക്കൻഡുകൾ വിടാതെ എങ്ങനെ നടക്കുന്നത്? ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ എത്ര സമയം? 8:44. എന്നാൽ സൗദി അറേബ്യയിൽ 2.5 മണിക്കൂർ ബാക്കാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. UAE-യിൽ 1.5 മണിക്കൂർ ബാക്കാണ്. അമേരിക്കയിൽ വേറെ മണിക്കൂറാണ്. ഇന്ന് ഇവിടെ രാത്രിയാണെങ്കിൽ വേറെ നാട്ടിൽ പകലാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അള്ളാഹുവിന്റെ ലോകങ്ങളിൽ പല മണിക്കൂറുകൾ മാറി മാറി മറിയുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ നാട്ടിലൊക്കെ അള്ളാഹിന്റെ പള്ളിയുണ്ട്, അവിടെ ഒക്കെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ, രാത്രിയും ഒഴിവില്ല, പകലും ഒഴിവില്ല. ഇന്ന് ലോകത്ത് വിളംബരം ചെയ്യുന്ന നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നമ്മളെ ക്രെഡിറ്റ്? മാഷാ അല്ലാഹ്. ഏതൊരു നേതാവിന്റെ അനുയായികളാണ്. എന്നാൽ മംഗൂസ് മൗലിദ് നമ്മൾ ഓതുന്നവരാണ്. മൗലിദിനെ എതിർക്കുന്ന ആളുകൾ എത്ര പുരച്ചാലും, എത്ര ആളുകൾ ശൈത്വാനിയത്തിന്റെ ആളുകളായി ഇവിടെ വന്നാലും, അല്ലാഹുവിന്റെ ഹബീബിന്റെ കറകളഞ്ഞ മഹബത്തിന് കത്തിവെക്കാൻ ഈ ലോകത്ത് ഒരു ചക്രവർത്തിക്കും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇത്രയും അധികം എതിർപ്പുകൾ വന്നാലും, നമ്മൾ പറഞ്ഞില്ലേ ഇന്തോനേഷ്യ, ആ സോഷ്യൽ മീഡിയയിൽ കണ്ടത് ഇന്തോനേഷ്യയിലെ മീലാദ് കോൺഫറൻസ് ആണ്. ലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത്. ചൊല്ലുന്നു, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. അവിടെ മാത്രല്ല, ഇന്നലെ റബീഉൽ അവ്വൽ 12-ന് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്, മദീനത്ത് മൗലിദില്ലല്ലോ, മക്കത്ത് മൗലിദില്ലല്ലോ, കണ്ണു തുറന്ന് നോക്കണം, അപ്പോൾ ഇതൊക്കെ അറിയുള്ളൂ. ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും അടുക്കളയുടെ ഉള്ളിൽ നിന്ന് അത് സാധനം കിട്ടൂല. അപ്പോ മദീന നഗരത്തിൽ
റൗദ ഷരീഫിന്റെ ഉള്ളിലേക്ക് ഉംറക്ക് പോയ ഒരാൾക്ക് റൗദ ഷരീഫിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സെക്യൂരിറ്റിയോട് കാണിച്ചു കൊടുത്താലാണ് റൗദ ഷരീഫിലേക്ക് അലൗഡ് ഉള്ളത്. ഇന്ന് ഒരാൾ അലൗഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അൽഹംദുലില്ലാഹ് നമ്മുടെ സഹോദര മതത്തിലെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ നാടിന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുന്നവരാണ്. പരിശുദ്ധമായ ഇസ്ലാം മതമൈത്രിക്ക് വളരെയേറെ പ്രോത്സാഹനം തന്നിട്ടുണ്ട്. ഒരു ഇതര മതത്തിൽപ്പെട്ട ഒരു ആളുടെ മയ്യത്ത് ആ ജനാസങ്ങനെ പോകുമ്പോൾ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് എണീറ്റിട്ടുണ്ട്. അപ്പൊ സ്വഹാബത്തിന് മനസ്സിലായില്ല എന്താണ് അങ്ങനെ എണീറ്റിരിക്കുന്നത്. അപ്പൊ ഓരോ നീച്ചു നിന്നു. അപ്പൊ തങ്ങൾ പറഞ്ഞു, സ്വഹാബത്ത് തങ്ങളോട് ചോദിച്ചു, നബിയെ ഇത് നമ്മളെ മതത്തിൽപ്പെട്ട ആളതല്ലല്ലോ, ഒരു ജൂതനായ ആളതല്ലേ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഏതൊരു ശരീരത്തിനും മഹത്വമുണ്ട്. നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഐക്യത്തിലും സ്നേഹത്തിലും കഴിയേണ്ടവരാണ്. അള്ളാഹു നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ട സുഹൃത്തിന് വലിയ ഖൈർ അള്ളാഹു ദുനിയാവിൽ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത്, അപ്പോ ആ മദീന നഗരത്തിൽ മദീനയിലെ റൗദ ഷരീഫിലേക്ക് ഒരാൾ ഇന്ന് അലൗഡാക്കിയാൽ പിന്നെ 45 ദിവസം കഴിയണം പിന്നെ റൗദ ഷരീഫിലേക്ക് പോകണമെങ്കിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത്രയും ക്രൗഡാണ് മദീന നഗരത്തിൽ, അത്രയും തിരക്കാണ്, തിങ്ങി തിരക്കാണ്. ഇന്നലെ ആ നമ്മൾ ലൈവിൽ കണ്ടാൽ മനസ്സിലാവും, റോഡ് മൊത്തം ബ്ലോക്കാണ്. മദീന നഗരത്തിലെ പട്ടണങ്ങൾ മുഴുവനും ബ്ലോക്കായി കിടക്കുകയാണ്. ആ റൗദ ഷരീഫിലേക്ക് പോകുമ്പോ എത്ര ആളുകളാണ് തിരക്കി തള്ളിപ്പോയാലും വീണാലും കുഴപ്പമില്ല. എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധ റൗളയൊന്ന് എന്റെ കണ്ണുകൊണ്ട് കാണണം. എന്റെ മരിക്കുന്നതിന് മുമ്പ് റബ്ബേ ഈ മജ്ലിസിന്റെ ഹഖ് കൊണ്ട് ഞങ്ങളെ മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ റൗളയിലേക്ക് വിളിക്കണേ അല്ലാഹ്. അപ്പൊ മങ്കൂസ് മൗലിദ് നമ്മൾ ചെല്ലുന്ന പറഞ്ഞാൽ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മങ്കൂസ് മൗലിദിൽ തന്നെ സൈനുദ്ദീനുൽ മഖ്ദൂമിൽ ഫന്നാനി റളിയല്ലാഹു അൻഹു വലിയ മഖ്ദൂം റളിയല്ലാഹു അൻഹു വലിയ ആശിഖുർ റസൂലാണ്, വലിയ ആലിമാണ്, മിൻ ഔലിയാ വലിയും മിൻ ഔലിയാഇല്ലാഹ്, അല്ലാഹുവിന്റെ വലിയമായ ഏറ്റവും പ്രധാനപ്പെട്ട വലിയും കൂടിയാണ് സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ അന്തിയുറങ്ങുന്നവർ. ആ തുടക്കത്തിൽ തന്നെ പറയുന്നു, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. പഠിച്ചാൽ മാഷാ അല്ലാഹ് നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മളെ വീടുകളിലുള്ള മഖ്ബൂസ് മൗലിദും ശറഫുലന മൗലിദും മറ്റു മൗലിദ് ബദർ മൗലിദും ഒക്കെ നടന്നിട്ടുണ്ട്. ഇതിലെല്ലാം അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബിനെയും പുകഴ്ത്തി പറയുന്ന വിഷയങ്ങളാണ് അതിലുള്ളത്. ഇതൊക്കെ സ്വഹാബത്ത് ചെയ്തതാണ്, അവർ ചെയ്ത് കാണിച്ചതാണ് നമ്മൾ ചെയ്യുന്നത്. ഏതായാലും എന്താണ് അതിൽ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം നമ്മൾ കൊണ്ടാടുന്നു. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ വെറും മുത്തുനബി തങ്ങളെ ജന്മം റബീഉൽ അവ്വൽ 12 ജനിച്ചു എന്ന് മാത്രം പഠിച്ചാൽ പോരാ. അതിന്റെ അടിത്തറ മുതൽ അടിവേര് മുതൽ പഠിക്കാനുണ്ട്. എന്താണ് അടിവേര്? അതേ ഒരിക്കലതാ സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ആ ജാബിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, നബിയേ അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹു അല്ലാഹു തആല ഖബ്ലൽ അശ്യാ. നബിയേ ഈ ലോകം തന്നെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല പടച്ച വല്ല വസ്തുക്കളും ഉണ്ടോ നബിയേ? അങ്ങനെ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരാമോ നബിയേ? ഉസ്താദാകുന്ന, മുദല്ലിസാകുന്ന, ഖാദിയാകുന്ന, ഖതീബാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇതുപോലെ അനുയായികളാകുന്ന ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്ത് മുമ്പിലിരുന്ന് അച്ചടക്കത്തോടുകൂടെ വളരെ അതവോടുകൂടെ ഇൽമു പഠിച്ച കൂട്ടത്തിൽ ചോദിച്ച ചോദ്യമാണ്. ആ സമയത്ത് മുത്തുനബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ?
ഇന്നല്ലാഹ തആല ഖലഖ ഖബ്ലൽ അശിയാഇ നൂർ നബിയിക മിൻ നൂരിഹി യാ ജാബിർ എന്ന് വിളിച്ചിട്ടാണ് മുത്തായ തങ്ങൾ പറയുന്നത്. ഓ ജാബിറേ, ഈ ലോകം തന്നെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹ് പടച്ചു വെച്ചൊരു സൃഷ്ടിയുണ്ട്. അത് ആരെന്നറിയോ? നിന്റെ റസൂലാകുന്ന, നിന്റെ നബിയാകുന്ന എന്റെ നൂറാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് ഈ ലോകത്ത് ഞാൻ എന്ത് സൃഷ്ടിക്കണമെന്ന് ചിന്തിച്ച ഉടനെ സൃഷ്ടിച്ച സൃഷ്ടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാണ്. ആ പ്രകാശത്തെ കുറിച്ചാണ് മംഗൂസ് മൗലിദിലെ തുടക്കം തന്നെ നമ്മൾ വിളിച്ച് വിളംബരം ചെയ്യുന്നത്. എന്നാൽ ഇത് ഖുർആനിലുണ്ടോ? അതേ, ഖുർആനിലുണ്ട്. സൂറത്തുൽ മാഇദ ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഖദ് ജാഅകും മിനല്ലാഹി നൂർ. അല്ലാഹു തആല പറയുകയാണ്, തീർച്ചയായും അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. തീർച്ചയായും അല്ലാഹുവിൽ നിന്നുള്ള ഒരു പ്രകാശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഖുർആനിലൂടെ അല്ലാഹു ജല്ല വഅല. അപ്പോൾ ഖുർആൻ നമുക്ക് തെളിവായി, ഹദീസും തെളിവായി. കാരണം ഇന്നുള്ള ആളുകൾ അങ്ങനെയാണ്, മനുഷ്യന്മാരെ വടക്കാക്കാനും സ്വീപ്പാക്കാൻ വേണ്ടിയിട്ട് ഉടനെ ഒരു ആയത്തേറ്റ് വരും, ഒരു ഹദീസേറ്റ് വരും. ഇതാരാ പഠിപ്പിച്ചത്? ഇത് നേരം പോലെ പഠിക്കേണ്ട ആൾക്കാരൊന്നും പഠിക്കണ്ടേ? ഏതെങ്കിലും താടി ആൾക്കാർക്ക് പോയിട്ട് പാൻറ്റും കയറ്റിയ ആൾക്കാരൊന്നും പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും മലയാള പുസ്തകം വായിച്ച ആൾക്ക് അല്ലെങ്കിൽ കന്നഡ പുസ്തകം വായിച്ച ആൾക്ക് പഠിച്ചാൽ ഈ എഴുതി കിട്ടൂല. ഇത് പാരമ്പര്യമായി കിട്ടിയ ഉലൂമുകൾ, അത് മശായിഖന്മാരിൽ നിന്ന്, അള്ളാന്റെ ഹബീബിൽ നിന്ന്, അങ്ങനെ പാരമ്പര്യമായി സ്വഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ, ഇമാമിയങ്ങളിലൂടെ, ഔലിയാക്കളിലൂടെ കൈമാറി തന്ന ഇൽമിന്റെ മജ്‌ലിസിൽ നിന്ന് കേട്ടുപഠിക്കണം. ആ ഇൽമിനാണ് അള്ളാന്റെ നൂറായ വെളിച്ചമാകുന്ന ഇൽമ് എന്ന് പറയാം. അത് നേടിയെടുത്തവരാണ് ഞങ്ങളൊക്കെ. അല്ലാഹു തആല ആ വെളിച്ചത്തിൽ കൂട്ടത്തിൽ അല്ലാഹു മരണം വരെ അല്ലാഹു നമ്മളെ നിലനിർത്തി തരട്ടെ. അവന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മംഗൂസ് മൗലിദിൽ പറയുന്നത് ഖുർആനിൽ നിന്നുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റു മൗലിദിലും പറയുന്നത് ഖുർആനിൽ നിന്നുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ നേരത്തെ ജാബിർ റളിയല്ലാഹു അൻഹു മുത്തായ തങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ചതാ. ഇനി തങ്ങളെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. മഹാനായ സയ്യിദുന ഇസ്ലാമിക്കിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ, ലോകത്തുള്ള സർവ്വ ഖതീബമാരും ഖുതുബയിൽ മിമ്പറിൽ 4 ഖലീഫമാരുടെ പേര് വായിക്കുന്ന സമയം ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളും കേട്ടാൽ ഉറക്കെ പറയും റളിയല്ലാഹു അൻഹു എന്ന്. ആരാണവർ? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, യാ ഉമർ അൽ അതദ്രി മൻ അന യാ ഉമർ. അതേ, ഞാൻ ആരാണെന്ന് അറിയുമോ ഉമറേ? അപ്പൊ തങ്ങൾ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നബിയെ അങ്ങ് പറഞ്ഞു തന്നാലും നബിയെ. തങ്ങൾ പറയേണ്, അനല്ലദീ ഖലഖല്ലാഹു തആല ഖബ്ല കുല്ലി ശൈഇൻ നൂരി. ഈ ലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ച എന്തെല്ലാം സൃഷ്ടിജാലങ്ങളുണ്ടോ, അതേ സ്വർഗമുണ്ട്, നരകമുണ്ട്, കലമുണ്ട്, അതേ അങ്ങനെയുള്ള എല്ലാ മലായികത്തുമാരുണ്ട്, കല്ലുണ്ട്, മണ്ണുണ്ട്, ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ ഒടുങ്ങാത്ത അല്ലാഹുവിന്റെ സർവ്വ സൃഷ്ടികളെയും പടക്കുന്നതിന് മുമ്പ് നിന്റെ നബിയുടെ, അതേ നിന്റെ മുമ്പിൽ നിൽക്കുന്ന നിന്റെ നബിയുടെ എന്റെ പ്രകാശത്തെയാണ് അല്ലാഹ് പടച്ചതെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ മജ്‌ലിസ് കഴിഞ്ഞു പോയാൽ ഈ മജ്‌ലിസിന് നമ്മളെ സ്വീകരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റിയ ദുനിയാവിൽ ഒരു അമലുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്താണ്. സ്വലാത്ത് ചെല്ലാൻ ഒരാൾക്ക്
ഇഖ്ലാസ് അങ്ങേയറ്റം ഉണ്ടായിക്കോണമെന്നില്ല. ഒരാൾ മറ്റൊരാളെ കാണാൻ വേണ്ടിയിട്ടും സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലിയാൽ സ്വീകരിക്കും. എന്നാൽ നിസ്കാരം, നോമ്പ്, ദിക്റ്, മറ്റു ആമലുകളൊന്നും അങ്ങനെയല്ല. ഹജ്ജ്, ഉംറ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്ത ആമൽ നമ്മൾ സ്വീകരിക്കൂല. ഞാൻ വലിയ നിസ്കാരക്കാരനാണ്, ഞാൻ വലിയ നോമ്പനാണ്, മറ്റുള്ളവരെ പറയണം എന്ന് വിചാരിച്ചാൽ ആ നിസ്കാരത്തിനും ആ അമാലുകൾക്കും കബൂലിയത്തില്ല. എന്നാൽ അങ്ങനെ ഒരാൾ വിചാരിച്ച് സ്വലാത്ത് ചൊല്ലിയാലും ആ സ്വലാത്തിന് മഖ്ബൂലുണ്ട്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി അനുയായികളാകാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം കിട്ടില്ലേ? സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ആഗ്രഹിച്ചു പോയി, അല്ലാഹ് എന്റെ ഉമ്മത്തെ മുഹമ്മദിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായി എന്നെ പടച്ചാൽ മതിയായിരുന്നു. അല്ലാഹ് പടച്ച റബ്ബേ, സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ആഗ്രഹിക്കുകയാണ്, മുത്തായ തങ്ങളുടെ അനുയായിയാകാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയില്ലല്ലോ. ഇങ്ങനെ ഭാഗ്യം തന്ന ഞമ്മളാണ് അള്ളാന്റെ ഹബീബിനെ ദൈനംദിനം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റൗളാ ശരീഫിൽ കിടന്നുകൊണ്ട് ഞമ്മളെ കണ്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. അള്ളാഹു അതിനെ മജ്‌ലിസ് നിമിത്തമാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ പ്രകാശം എന്താ ഉണ്ടായത്? ഇതിന് ശേഷം പറയുന്നത് എങ്ങനെയാണ് അള്ളാന്റെ ഹബീബിന്റെ ജന്മമുണ്ടാകുന്നത്? അതെ, നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതേ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ഇത് എവിടെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് അറിയണല്ലോ. അതേ, പുതിയ പുതിയ കാറുകൾ, ട്രെൻഡ് പിടിച്ച കാറുകൾ വരുന്ന ലോകം. ഇന്നോവ പഴയ ഇന്നോവയല്ല, ഇന്നോവ പഴയ ക്ലച്ചല്ല, ഇപ്പോഴുള്ള ക്ലച്ച. ഇങ്ങനെ പഴയ നമ്മൾ പഠിക്കാറുണ്ട്, ഗൂഗിൾ സെർച്ച് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ലോകത്തിനെ പടക്കുന്നതിന് മുമ്പും ഈ ലോകത്തിലുള്ള സർവ്വസൃഷ്ടിജാലങ്ങളെയും പടക്കാതിരിക്കമായ അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന സർവ്വാനുഗ്രഹങ്ങളും വളരെ നമുക്ക് കിട്ടാൻ കാരണക്കാരനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം വന്ന എവിടെ നിന്നാണ് പടച്ചതെന്നറിയോ? ഈ അള്ളാഹു, ഈ ലോകത്തെ അള്ളാഹു 4 തരത്തിലാണ് പടച്ചിട്ടുള്ളത്. ഒന്ന്, ആലമുൽ ഇസ്സ എന്നാണ് ആ ലോകത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു പേരുണ്ട് ആലമുൽ മാലിക് എന്ന് പറഞ്ഞാൽ ആ ലോകത്തിൽ അള്ളാഹുവിന് മാത്രം അറിയുന്ന, ആ ലോകത്തുള്ള വിവരം അത് റബ്ബിനെ മാത്രമേ അറിയുകയുള്ളൂ. റബ്ബിന്റെ മറ്റൊരു സൃഷ്ടിക്ക് അള്ളാഹു അതിലെ രഹസ്യങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടില്ല. അത് റബ്ബിന്റെ അധികാരമുള്ള ലോകമാണ് ആ ലോകം. എന്നാൽ രണ്ടാമതൊരു ലോകമുണ്ട്, ആലമുൽ മലക്കൂത്ത് എന്നാണ് ആ ലോകത്തെ വിശേഷിപ്പിക്കുന്നത്. അവിടെ മലക്കുകൾക്കും അള്ളാഹുവിനും മാത്രമാണ് ആ ലോകത്തുള്ള വിവരങ്ങൾ ചെയ്യുക. മറ്റൊരു സൃഷ്ടിക്ക് അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ മറ്റൊരു മൂന്നാമത്തെ ലോകമുണ്ട്. ആ ലോകത്തിന് പറയുന്ന പേര് ആലമുൽ ജബറൂത്ത് എന്നാണ്. ആ ലോകത്ത് അള്ളാഹുവിനും അള്ളാന്റെ മലക്കുകൾക്കും അള്ളാന്റെ സ്വാധീനങ്ങളായ ജിന്നുകൾക്കും മാത്രമാണ് ആ ലോകത്തുള്ള അറിവ് അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടുള്ളത്. മറ്റൊരാൾക്ക് അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടില്ല. നാലാമതൊരു ലോകമുണ്ട്. അതാണ് ഞാനും നിങ്ങളും താമസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ എത്ര ബുദ്ധി, എത്ര ചിന്തിച്ചാലും, എത്ര വലിയ സയന്റിഫിസ്റ്റ് ആയാലും ഈ ലോകത്ത് എത്തിപ്പിടിക്കാൻ പറ്റിയ ലോകം അത് നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി ലോകമാണ്. അതിനെ ആലമുൽ അർദ് എന്നാണ് കിതാബിൽ പറയുന്നത്. ഇങ്ങനെ ലോകങ്ങളെ 4 തരത്തിലൊന്ന് സൃഷ്ടിച്ചുവെങ്കിൽ എന്റെയും നിങ്ങളെയും നേതാവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ അല്ലാഹു സൃഷ്ടിക്കുന്നത് എവിടെയാണെന്ന് കേൾക്കണേ ഉമ്മ, എവിടെയാണെന്ന് കേൾക്കണേ ഉപ്പ. എവിടെ നിന്നാണെന്നറിയോ? അല്ലാഹു ഒരാൾക്കും ലോകം അറിയിച്ചു കൊടുക്കാത്ത ഒരു ലോകം, റബ്ബിനെ മാത്രം രഹസ്യ കലവറകൾ ഒളിപ്പിച്ചു വെക്കപ്പെട്ടിട്ടുള്ള ലോകം. അത് ആലമുൽ ഇസ്സ എന്നാണ് ആ ലോകത്തെ പറയുന്നത്. റബ്ബിന്റെ അധികാരം മാത്രം ചെലുത്തപ്പെടുന്ന ലോകം. ആ ലോകത്ത് നിന്നാണ് പുന്നാര നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ അല്ലാഹു സൃഷ്ടിച്ചതെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാത്തിലും അല്ലാഹുവിന്റെ ഹബീബിന് സ്പെഷ്യലാണ്. എല്ലാ വിഷയത്തിലും നമ്മുടെ നേതാവ് ഒന്നാമനാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി.
അപ്പൊ സാധാരണ പറയാറുണ്ട് ആദ്യം വന്ന ആരെ സൃഷ്ടിച്ചത്? അപ്പൊ എല്ലാ കുട്ടികളും പറയും ആദം നബി അലൈഹിസ്സലാം പറയും. ഇതാണ് ഞങ്ങളൊക്കെ പഠിച്ചു വെച്ചത്. കിതാബും ശരിക്കും പഠിക്കുമ്പോഴല്ലേ ഖുർആനിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, ആദ്യമായി ശരീരം കൊണ്ട് അള്ളാഹ് സൃഷ്ടിച്ചത് സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിനെയാണ്. എന്നാൽ ശരീരത്തിനല്ല അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്. ഈ ശരീരത്തെ കൈങ്ങനെ നിയന്ത്രിക്കാനും ഈ സംസാരം വരാനും ഇങ്ങനെ ചലിക്കാനും ഒക്കെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഈ ശരീരമാകുന്ന വാഹനത്തെ ഓടിക്കുന്ന ഒരു ഡ്രൈവറുണ്ട്. ആ ഡ്രൈവർ ആരാണ്? അത് ആത്മാവാണ്, റൂഹിനാണ് അള്ളാഹുവിന്റെ അടുക്കൽ വിലയുള്ളത്. ഒരു മനുഷ്യൻ മരിച്ചു കിടന്നാൽ ആ കാണുന്ന ജനാസ, ആ ജനാസയ്ക്ക് നമ്മുടെ മുന്നിൽ ബഹുമാനമാണ്. പക്ഷേ അള്ളാഹ് നോക്കുന്നത് ആത്മാവിലേക്കാണ്. ആത്മാക്കളെയാണ് മലക്കുകൾ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ രണ്ട് ഭാഗത്തേക്ക് തിരിക്കുന്നതാണ്. ഞാൻ അതിലേക്ക് കടക്കാൻ വിഷയം മാറിപ്പോകുന്നത് ഇൻഷാല്ലാ പിന്നെ പറയാം. ആത്മാവിന്റെ ലോകത്തെ കുറിച്ച് പഠിക്കാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ അള്ളാഹുവിനെയും അള്ളാന്റെ ഹബീബിനെയും അംഗീകരിച്ച് അള്ളയും അള്ളാന്റെ റസൂലും സഹാബത്തും ഔലിയാക്കളും താബിഈങ്ങളും ഇമാമിയങ്ങളും കാണിച്ചു തന്ന യഥാവിധിയിലൂടെ കടന്നുപോയി ജീവിച്ച ഒരു ഉമ്മയുടെ ഒരു ചെറുപ്പക്കാരുണ്ട്. ആ മനുഷ്യൻ മരണപ്പെടുന്ന സമയം ആ റഹ്മത്തിന്റെ മലക്കുകൾ അകമ്പടിയോടുകൂടെ വന്ന് 500 ചില്ലാനും മലക്കുകളാണ് ആദ്യം അകമ്പടിയോടുകൂടെ വരിക. എന്നിട്ടാണ് അസ്രാഈൽ അലൈഹിസ്സലാം വരിക. ഞങ്ങളെ വീട്ടിൽ വരാനുള്ളതാണ്, എവിടുന്നാ ഞങ്ങളെ പിടിക്കാന്ന് പറയാൻ പറ്റൂല. അള്ളാന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ഇൽമീനിലേക്ക് ഉയർത്തപ്പെടുന്ന അർവാഹുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ റൂഹിനെ കൊടുത്തി തരട്ടെ. എന്നാൽ പറയുന്നു, ഇത്തരത്തിൽ റബ്ബിനെയും അള്ളാന്റെ ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് അള്ളയും അള്ളാന്റെ റസൂലും പറഞ്ഞ രൂപത്തിൽ തന്റെ ജീവിതത്തെ തിട്ടപ്പെടുത്തി ജീവിച്ചുപോയ ഒരു ചെറുപ്പക്കാരനും ഒരു ഉമ്മയും ഒരു ഉപ്പയും ഒരു സഹോദരിമാരും ഈ ലോകത്തുണ്ടെങ്കിൽ അവര് മരിച്ചാൽ അവരെ ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന ഡ്രൈവറാകുന്ന ആത്മാവിനെ കൊണ്ടുപോകുന്നത് ഇല്ലീനിലേക്കാ. ഇല്ലീൻ എന്ന് പറയുന്ന ഇല്ലീനിലേക്കാണ് കൊണ്ടുപോകുക. വേറെ അള്ളാനെ ധിക്കരിച്ച് ജീവിച്ച ആളാണ്. അതൊക്കെ വിശാലമായി പറയാനുള്ളതാണ്. അള്ളാനെ ധിക്കരിച്ച് ജീവിച്ച ആളാണ്. ഞാൻ അള്ളാനെ മാത്രം അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞ വേറെ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഡയറക്റ്റിന്റെ ആൾക്കാരാണ്. പച്ചറബിയ വല്ലാത്ത ഡയറക്റ്റാണ്, വല്ലാത്ത ഡയറക്റ്റാണ്. നമുക്കറിയാം ഈ ഡയറക്റ്റ് എടുത്തൊക്കെ പോകുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു, ഈ നമ്മൾ കാണുന്ന ട്രാൻസ്ഫോമർ എന്നാണ് ഈ ലോകത്തുള്ള എല്ലാ വീടുകൾക്കും കറണ്ട് വരുന്നത് അല്ലെ? ഏത് വിധത്തിലെ കറണ്ട് ശരിക്കും വേർപാട് വരുന്നത്. ഒരാൾ പറയാം പിന്നെ ഇവിടെ ഡയറക്റ്റ് കുത്തൂല, വീട്ടിൽ പ്ലഗൊന്നും കുത്തിരി കറണ്ട് നേരെ ഡയറക്റ്റ് കൊണ്ടുപോയി ട്രാൻസ്ഫോമറിലെ കുത്തോളെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാവും. ഇതുപോലും ഈ ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടെങ്കിൽ പിന്നെ ഓനെ കുറിച്ച് ബുദ്ധിയുള്ള ആളുകൾ ഓനെ കുറിച്ച് ഓനെ കുറിച്ച് പറയാൻ പറ്റും. അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ. ഇതുപോലെയാണ് ഡയറക്റ്റ് അള്ളാഹുവിലേക്ക് ഒരാൾക്ക് എത്താൻ കഴിയില്ല. അള്ളാഹു പറഞ്ഞിട്ടുമില്ല. ഇവര് ഡയറക്റ്റ് നമുക്ക് അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ. ഞാൻ അതിൽ കിടക്കില്ല, പിന്നെ അങ്ങോട്ട് പോകും. കാരണം ഇത്തരം ആളുകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത വെറുപ്പാണ്. പിന്നെ അവിടുത്തെ ശിഫ എന്ന് പറയുന്ന കിതാബിൽ അള്ളാന്റെ ഹബീബിനോടുള്ള മഹബത്ത് ഒരാൾക്ക് ഉണ്ട് എന്നതിന്റെ അടയാളം 11 അടയാളങ്ങൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് അള്ളാഹുവിനെയും ഹബീബിനെയും വളരെ മോശമായി ലോകത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സ്വഹാബത്ത്. അത് വികാരികളാണ്. സ്വഹാബത്തിന് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇമാമിയങ്ങളില്ല, മദ്ഹബ് ഇല്ല, മഹാന്മാരില്ല, മൗലവി ഇല്ല, ദിക്റില്ല, അങ്ങനെ പറയുന്ന ആളുകൾ അവർക്കാണ് പുത്തനാശയക്കാര്, പുത്തൻവാദികള്, അതേ പിന്നെ വഹാബികൾ എന്ന് പറയാം. അവരോട് കടുത്ത വെറുപ്പ് ഒരു മനുഷ്യന്റെ കൽവിലുണ്ട് എങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്ത് എന്നുള്ളതിന്റെ അടയാളാണ്. വെറും സ്വലാത്ത് മാത്രം ചൊല്ലിയത് കൊണ്ട് റബ്ബിന്റെ ഹബീബിന്റെ മഹബത്ത് കൽവിന്റെ ഉള്ളിലേക്ക് കയറിക്കൊള്ളണമെന്നില്ല. ഈ സ്വലാത്ത് എല്ലാവരോടും കൂടെ ഈ പറയപ്പെടുന്ന 11 അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് എന്തെങ്കിലും ഓരോ കുറിച്ച് പറഞ്ഞു മാത്രം ഇത്ര സ്ട്രോങ്ങിൽ പറയണത്. സ്ട്രോങ്ങർ തന്നെ പറയേണ്ടത്
ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ വേറെ എവിടെയാണെങ്കിലും ഞാൻ ഡയറക്റ്റ് നമ്മൾ പറയും, നമ്മുടെ ഉസ്താദ്മാരൊക്കെ അങ്ങനെയാണ്. അത് ഓപ്പണായിട്ട് പറയും, ഒരാളും പേടിക്കൂല, അങ്ങനെ പേടിച്ചിട്ടില്ല. അല്ല എന്റെ ഉസ്താദ് പറയുന്നുണ്ട്, നിങ്ങളെ കണ്ടിട്ട് അല്ല ഇന്ത്യൻ പഠിച്ചിട്ടില്ല, പള്ളി ഞാൻ പഠിച്ചിട്ടില്ല, നമ്മളെ കണ്ടിട്ട് നിങ്ങളെ പള്ളി ഞാൻ പഠിച്ചിട്ടില്ല. ഉസ്താദ് നോക്കി കാര്യം പറഞ്ഞാണ്. അപ്പോ നമുക്ക് അങ്ങനെ പേടി വേണ്ടാറുണ്ട്. റബ്ബ് നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നം എവിടെയെങ്കിലും അത് അവിടെ എത്തിയിരിക്കും. അത് ഒരാളെ കണ്ടും അഞ്ച് വഖത്ത് നിസ്കാരത്തിന് ശേഷം സലാം കൂട്ടി ഉടനെ ഓരോ മോമിനും ചെല്ലുന്ന വാക്കാം. ഇതിന് ഒരു മനുഷ്യന് ആത്മാർത്ഥമായി വിശ്വാസം ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ പറയല്ല. അള്ളാഹു ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അത് ഈ ലോകത്തുള്ള എത്ര വലിയ കൊലവമ്പനാണെങ്കിലും അത് തടഞ്ഞു നിർത്താൻ അവന് അധികാരമില്ല. അള്ളാഹു ഒരാൾക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ ആദ്യം എത്ര വരെ കൊലവമ്പനായാലും അത് കൊടുക്കാൻ കഴിയില്ല. ഇതിനാണ് തവക്കൽ മഹാന്മാർ ജീവിതത്തിൽ കാണിച്ചെന്നാണ്, നമ്മളെ മശായിഖ്മാർ നമുക്ക് ജീവിതത്തിൽ കാണിച്ചെന്നതാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ ദീൻ പറയാൻ ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നമുക്ക് റബ്ബിന്റെ ദീൻ ഒരാളെ മുഖത്ത് നോക്കി ധാരാളം രൂപത്തിൽ പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആരും ശമ്പളം നോക്കിയിട്ടോ ആരെങ്കിലും നമ്മുടെ സ്ഥാനം ഉയർത്തും, നമ്മൾക്ക് അയാളെ പറഞ്ഞാലും നമ്മുടെ സ്ഥാനം പോകും. ഒരു സ്ഥാനം നമുക്ക് ദുനിയാവിൽ വേണ്ട. അള്ളാന്റെ ഹബീബിന്റെ മഹത്വം പറയുന്നത്, അള്ളാന്റെ ഹബീബിനെ മാറ്റിവെച്ചിട്ടൊരു സ്ഥാനം ഈ ലോകത്ത് എന്തിനാ വേണ്ടത്? മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചുവെങ്കിൽ നമ്മളൊക്കെ എവിടെയുള്ളത്? നമ്മളൊക്കെ എവിടെയുള്ളത്? ഏതായാലും അല്ലാഹു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥ ഉമ്മത്തിൽ ഉറപ്പാക്കി തരട്ടെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശം ആലമുൽ മാലിക്കിൽ വെച്ച് ആലമുൽ ഇസ്സയിൽ വെച്ച് അല്ലാഹു സൃഷ്ടിക്കുന്നു. എന്നിട്ട് അല്ലാഹു എന്താണ് ചെയ്തതെന്നറിയോ? അതേ ആ സൃഷ്ടിയായ പ്രകാശത്തെ അല്ലാഹു വർഷങ്ങളോളം അല്ലാഹുവിന്റെ മുൻപിൽ സുജൂദിൽ കിടക്കുകയായിരുന്നു. വർഷങ്ങളോളം എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ വർഷങ്ങളല്ല. അതെയാണ് മങ്കൂസ് മൗലിദിലല്ല പറയുന്നത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഒരു വാക്കാണ് മഹാനായ സൈനബിൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്നത്. എന്താണ് അള്ളാന്റെ ഹബീബ് സഹാബത്തിന് പറഞ്ഞതെന്നറിയോ? കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ സയ്യിദിനാ ആദം അലൈഹിസ്സലാം ബിഅൽഫി അതേ അല്ലാഹുവിന്റെ മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന്റെ 2000 ചില്ലാനം വർഷം മുമ്പ് തന്നെ. അറബിയിൽ 2000 എന്ന് പറഞ്ഞാൽ അത് പേര് പറയുന്നതാണ്. 2000 എത്രയും ആവാം, ആ 2000 എത്രയും ആവാം. അപ്പൊ ആദം നബി അലൈഹിസ്സലാമിനെയും പടക്കുന്നതിന്റെ 2000 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു എന്റെ പ്രകാശത്തെ പടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ചെയ്തെന്നറിയോ? ആ പ്രകാശത്തിന്റെ ഡ്യൂട്ടി എന്താണ്? അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയായിരുന്നു. മാത്രമല്ല അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ബഹുമാനവും ആദരവും ഏറ്റുവാങ്ങിയ മരങ്ങളുണ്ട് അല്ലാഹുവിന്, വൃക്ഷങ്ങളുണ്ട് അല്ലാഹുവിന്. നമ്മളാണ് അല്ലാഹുവിനെ മനസ്സിലാക്കാത്തത്. ഈ കല്ലുകളും മണ്ണുകളും അല്ലാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, മരങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ബഹുമാനം ഏറ്റുവാങ്ങിയ അതേ ശജറത്തുൽ യഖീൻ എന്ന് പറയുന്ന സ്വർഗത്തിലെ ഒരു വിലമതിക്കാനാവാത്ത മരമുണ്ട്. ആ മരത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശത്തിനെ ഒരു പക്ഷിയുടെ രൂപത്തിലേക്കുള്ള മാറ്റിക്കൊണ്ടുവന്ന് ആ മരത്തിന്റെ മുകളിൽ സ്ഥാപിക്കുകയാണ്. എന്നിട്ട് ആ പ്രകാശം, ഞാൻ വാക്കുകൾ ചുരുക്കി പറയുകയാണ്, സമയമില്ലാത്തത് കൊണ്ട്. കാരണം ഇന്ന് സ്വലാത്തിന്റെ മജ്‌ലിസിന്റെ തുടക്കം കൂടിയാണ്. നമുക്കതിവിടെ പ്രകാശനം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മരത്തിലേക്ക്, ശജറത്തുൽ യഖീൻ എന്ന് പറയുന്ന മരത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശത്തിനെ കൊണ്ടുവന്ന് അവിടെ പ്രകടിപ്പിക്കുകയും ആ മരത്തിൽ നിന്ന് അല്ലാഹുവിനെ വേണ്ടി തസ്ബീഹ് ചൊല്ലുകയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്.
അള്ളാന്റെ ഹബീബിന്റെ പ്രകാശം വർഷങ്ങൾക്ക് മുമ്പ് 1000 ചില്ലാനം 2000 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹുവിന് വേണ്ടി ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പറയുകയാണ്, അതേ എന്റെ പ്രകാശത്തിൽ നിന്നാണ് അള്ളാഹു തആല സ്വർഗത്തെ പടക്കുന്നത്, മലക്കിനെ പടക്കുന്നത്, നരകത്തെ പടക്കുന്നത് എന്റെ പ്രകാശത്തിൽ നിന്നാണ്. അതേ അള്ളാഹുവിന്റെ അർശിനെ പടക്കുന്നത്, കലമിനെ പടക്കുന്നത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അള്ളാന്റെ ഹബീബിന്റെ പ്രകാശത്തിൽ നിന്ന് അള്ളാഹു സർവ്വതും ഈ ലോകത്തുള്ള എന്തെല്ലാം സൃഷ്ടിജാലങ്ങളുണ്ടോ അതേ അടക്കമുള്ളതും അനക്കമില്ലാത്തതുമായ സർവ്വ സൃഷ്ടികളെയും അള്ളാന്റെ ഹബീബിന്റെ പ്രകാശത്തിൽ നിന്നാണ് ഹബീബിന്റെ പ്രകാശത്തിൽ നിന്നാണ് അള്ളാന്റെ അമ്പിയാക്കളെ ഒന്നാമത്തെ നേതാവായ മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നത്. മലക്കുകൾ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ ഈ വിവരങ്ങളൊക്കെ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ജിബ്രീലാണല്ലോ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇത്രയും വിവരിച്ചു കൊടുക്കുന്നത് നബിയേ. അങ്ങനെ തങ്ങളെ പ്രകാശത്തെ പ്രകാശത്തിൽ നിന്ന് പടക്കപ്പെട്ട മലക്കുകൾ ഈ പ്രകാശത്തിലേക്ക് ഇങ്ങനെ നോക്കി തസ്ബീഹ് ചൊല്ലുകയാ. എന്നിട്ട് ഈ മലക്കുകളും ഈ മലക്കിനെ പടക്കാൻ കാരണക്കാരായ പ്രകാശവും അല്ലാഹുവിലേക്ക് സുജൂദിൽ കിടക്കുകയാ. വർഷങ്ങളോളം സുജൂദിൽ കിടക്കുന്നു, വർഷങ്ങളോളം തസ്ബീഹ് ചൊല്ലുന്നു. അങ്ങനെ റബ്ബിന്റെ തീരുമാനം വരുന്നു, എന്റെ ഈ ലോകത്തേക്ക് ഞാൻ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കാനുണ്ട്. ആ സൃഷ്ടി എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ട സൃഷ്ടിയാണ്, എനിക്ക് ഏറ്റവും മഹബൂബായ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ ഈ ലോകത്ത് ഞാൻ പടക്കാൻ തീരുമാനിച്ചില്ലായിരുന്നു എങ്കിൽ ഞാനൊന്നും പടക്കുമായിരുന്നില്ല. അതേ മഹത്തുക്കൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ലൗലാക മാ ഖലഖതുൽ ജന്ന വലൗലാക മാ ഖലഖതുൻ നാർ. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിന് പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ പടക്കാൻ തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ തന്നെ അല്ലാഹു പടക്കുമായിരുന്നില്ല എന്ന് അല്ലാഹു പറഞ്ഞതായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശത്തെ ഈ മലക്കുകളും ഈ പ്രകാശവും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു. അല്ലാഹു ഓർഡർ ഇടുകയാണ് മലക്കുകളോട്, ഓ മലക്കേ, എന്റെ ഈ സൃഷ്ടിയെ ലോകത്തേക്ക് പ്രകാശനം ചെയ്യണം, ഈ ലോകത്തേക്ക് പറഞ്ഞയക്കണം. അതിന് ഈ പ്രകാശത്തിൽ നിന്ന് തന്നെ പടച്ച സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലേക്കൊന്ന് ചേർത്തി വെക്കണം. അതുകൊണ്ട് അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പ്രകാശത്തിൽ നിന്ന് തന്നെ പടച്ച സ്വർഗമുണ്ടല്ലോ, സ്വർഗത്തിൽ വ്യത്യസ്തങ്ങളായ നദികളുണ്ട്. പാലിനേക്കാൾ നിറമുള്ള, തേനിനേക്കാൾ മധുരമുള്ള നല്ല പുഴകൾ അവിടെയുണ്ട്. അതേ നല്ല മസ്തായിട്ടും അവിടുത്തെ കള്ളിന്റെ പുഴയുണ്ട്. അവിടുത്തെ കള്ളിന്റെ പ്രത്യേകത എന്തെന്നറിയോ, മസ്ത് ബാധിക്കുകയില്ല, പിരാന്തനാവൂല. എന്നാൽ ആ കള്ളിന്റെ വെള്ളം കിട്ടണമെങ്കിൽ, സ്വർഗത്തിലെ വെള്ളമാകുന്ന കള്ള് കിട്ടണമെങ്കിൽ ദുനിയാവിന്റെ കള്ള് ഒഴിവാക്കണേ ഉപ്പാ. ഓ എന്റെ ചെറുപ്പക്കാരാ, കഞ്ചാവിലും മയക്കുമരുന്നിലും അതേ അങ്ങനെയുള്ള ഒരു മരുന്നുകളിലും നമ്മൾ MDMയിലൊന്നും പെട്ടുപോവല്ല. നീയൊന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ. നാളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായി എന്ന് പറയാ നമുക്കൊരു അഭിമാനം വേണമെങ്കിൽ ആ കള്ളിന്റെ കുപ്പി പിടിക്കല്ല, MDM അങ്ങ് ഉപയോഗിക്കല്ല. ഓർമ്മ വരണേ, ഏത് ബാംഗ്ലൂരിലാണെങ്കിലും ഏത് ഡൽഹിയിൽ നീ ജോലിക്ക് പോയാലും നിന്റെ ബാപ്പനെ ഒന്ന് ഓർമ്മ വരണേ, നിന്റെ ഉമ്മനെ കുറിച്ച് ഓർമ്മ വരണേ. നിന്റെ ബാപ്പയും ഉമ്മയും ഒന്ന് പ്രസവിച്ച ബാപ്പയും ഉമ്മയും നിന്നിൽ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു ആവശ്യമുണ്ട്. നിന്നിൽ കാണുന്ന ചില സ്ഥിരകാല സ്വപ്നങ്ങളുണ്ട് മോനെ, മോളെ. ആ സ്വപ്നങ്ങളെ തകർത്ത് കളയല്ല.
എത്ര നിസ്കാരത്തഴമ നിന്റെ നെറ്റിത്തടത്തിലുണ്ടെങ്കിലും ഉമ്മാന്റെ പൊരുത്തമില്ലാതെ ഉപ്പാന്റെ പൊരുത്തമില്ലാതെ ആ നിസ്കാരം റബ്ബിന് ആവശ്യമില്ല. നിന്റെ ഉമ്മന്റെ കാലിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച നേതാവ്. ആ സ്വർഗത്തിന്റെ ഡോറ് തുറക്കപ്പെടണമെങ്കിൽ അതിന്റെ ചാവി കയ്യിലുള്ളത് നമ്മളെ ബാപ്പന്റെ കയ്യിലാ. ആ ബാപ്പന്റെ ഉമ്മന്റെ പൊരുത്തമില്ലാതെ ഈ വീട്ടിൽ എത്ര മൗലിദ് നടത്തിയിട്ടും കാര്യമില്ല, നീ എത്ര ധാരാളം സ്വതക്ക കൊടുത്തിട്ടും കാര്യമില്ല, നീ എത്ര ഹജ്ജിന് ഉംറക്കും പോയിട്ടും കാര്യമില്ല. ഓർമ്മ വരണേ ഉമ്മ, നമ്മുടെ ഭർത്താവ് നമ്മുടേത് തന്നെയാണ്. പക്ഷേ കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ നമ്മുടെ ഭർത്താവ് നമ്മളെ കാരടിക്ക് കീഴിൽ കൊണ്ടുവരല്ല. ആ ഭർത്താവിന്റെ സ്വർഗത്തെ തകർത്തുകളയല്ല. ഓ ഉമ്മ, നിന്റെ നാളെ നിന്റെ മകനെ കൊണ്ട് അവ ഇതേ പണിയെടുക്കുമെന്ന ചിന്ത വരണേ ഉമ്മ. നീ നിന്റെ ഭർത്താവിനെ കൊണ്ട് ബാപ്പ ഉമ്മയെ തെറ്റിച്ചാൽ നിനക്ക് വളർന്നു വരുന്ന മക്കളുണ്ട് ഉമ്മ. ആ മക്കളെ കൊണ്ട് ഇതേ അനുഭവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന വിഷയത്തിൽ തർക്കമേ ഇല്ല. ആ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമെന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ അതാ അല്ലാഹു ഓർഡറിടുകയാണ് മലക്കുകളെ. ആ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശത്തിൽ നിന്ന് തന്നെ പടക്കപ്പെട്ട സ്വർഗത്തിലെ ഒരു നദിയുണ്ട്. ആ നദിക്ക് പറയുന്ന പേരെന്തെന്നറിയോ? മാഉത്തസീം എന്നാണ് ആ സ്വർഗത്തിലെ പുഴയ്ക്ക് പറയുന്നത്. ആ പുഴയിൽ കൊണ്ടുപോയി അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശത്തെ ഒന്ന് മുക്കിക്കൊണ്ടുവരണേ. എന്നിട്ട് ആ സ്വർഗത്തിലെ വെള്ളത്തിൽ മുക്കിക്കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്ന കളിമണ്ണിന്റെ മുതുകിന്റെ ഭാഗത്ത് ഈ പ്രകാശത്തെ ചേർത്തി വെക്കണേ. അള്ളാന്റെ ഓർഡർ പ്രകാരം മലക്കുകൾ കൊണ്ടുപോയി സ്വർഗത്തിലെ നദിയിൽ മുക്കിയെടുത്തുകൊണ്ട് ആ ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലേക്ക് അങ്ങനെ ചേർത്തി വെക്കുകയാ. ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ, അങ്ങനെ ഓരോന്നും എണ്ണി പറയാനുണ്ട്. ജന്മം വരെ പറയണമെങ്കിൽ 10 ദിവസത്തോളം എടുക്കും. ഞാനുള്ള വാക്കുകൾ ചുരുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, അങ്ങനെയതാ ഈ ഹബീബായ തങ്ങളുടെ പ്രകാശത്തെ ആദം നബി അലൈഹിസ്സലാമിലേക്ക് ചേർത്ത് വെച്ച് അവിടെ നിന്ന് അങ്ങനെ നൂഹ് നബിയിലേക്ക്, ഇബ്രാഹിം നബിയിലേക്ക്, ഇസ്മായിൽ നബിയിലേക്ക് ആ പാരമ്പര്യം പോന്ന് മഹത്തമായ അതേ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഹാശിം കുടുംബത്തിലെ വലിയ തറവാട്ടുകാരനായ സ്വാലിഹീങ്ങളിൽ വലിയ ഉന്നതനായ നേതാവ് അബ്ദുൽ മുത്തലിബിന്റെ മുതുകിലേക്ക് അല്ലാഹു കൊണ്ടുവന്ന് ആ അബ്ദുൽ മുത്തലിബിന്റെ 16 മക്കളിൽ മക്കളിൽപ്പെട്ട പ്രധാനപ്പെട്ട മകനും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള മകനും അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചിരുന്ന മകനും അതേ മക്ക നഗരത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ആവശ്യമില്ല, അവിടെ ബൾബിന്റെ ആവശ്യമില്ല. ഈ സ്ട്രീറ്റിലൂടെ പോയാൽ നഗരം മുഴുവനും വെളിച്ചത്തില. കാരണം എന്തെന്നറിയോ? ആ നെറ്റിത്തടത്തിലുള്ളത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാണ്. പിന്നെ ലോകം പ്രശോഭിച്ചില്ലെങ്കിൽ അത്ഭുതമല്ലേ? ആ പ്രകാശം അബ്ദുല്ലാഹിന്റെ മുറിയിലേക്ക് കടന്ന് അതേ ഒരു റജബ് മാസത്തിൽ ആമിന ബീവിയെ വലിയ കല്യാണങ്ങളൊക്കെ വിശദീകരിക്കാൻ ഞാൻ ചുരുക്കി പറയാണ്. കല്യാണത്തിന് പെണ്ണു നോക്കാൻ പോകുന്ന രംഗം പറയുന്നു. അതേ അബ്ദുല്ലാഹിന്റെ ഉമ്മ അത്ഭുതപ്പെട്ടുപോയി. മോനെ, അത് പെണ്ണല്ല മോനെ, മലക്കാണെന്ന് തോന്നിപ്പോകും മോനെ. അത്രയും ഹൂറില്ലീങ്ങളെ പോലെ ചന്തമുള്ള പെണ്ണാ, വലിയ സ്നേഹമുള്ള പെണ്ണാ, റഹബത്തിന്റെ കൽബ്